അയൽപ്പക്കത്ത് ഉള്ളൊരു ചേട്ടൻ ഇവിടെ വന്ന് പഠിച്ച് നേടിയിട്ടുണ്ടായിരുന്നു. പുള്ളിയാണ് ICD സജസ്റ്റ് ചെയ്തത്. ഞാൻ ഇവിടെ വരികയും പ്രിലിംസ് വളരെ നേരിയ മാർജിനിലൊക്കെ പോയ കുറച്ച് പ്രിലിംസ് ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആഞ്ഞു പഠിച്ചാൽ അല്ലെങ്കിൽ ആഞ്ഞു പിടിച്ചാൽ അത് കിട്ടുമെന്ന്. നമസ്കാരം, എൻ്റെ പേര് ഗോകുൽ എന്നാണ്. ഞാൻ ഗുരുവായൂരിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു BTech ഡയറി ടെക്നോളജി ഗ്രാജുവേറ്റാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ധനലക്ഷ്മി ബാങ്കിൻ്റെ ജൂനിയർ ഓഫീസർ തസ്തികയിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അതിന് ആദ്യമേ നന്ദി പറയേണ്ടത് ICD കൊല്ലത്തിനോടാണ്. ഇത്രയും നല്ലൊരു ഫെസിലിറ്റീസ് തന്ന് സഹായിച്ചതിൽ. ലൈബ്രറി ഫെസിലിറ്റി, ലാബ് ഫെസിലിറ്റി എല്ലാം ഉണ്ടായിരുന്നു. അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. പ്രത്യേകിച്ച് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ലൈബ്രറി വന്നിരിക്കുകയും ഉച്ച തൊട്ട് ഒരു രാത്രി വരെ ഇവിടെ തന്നെ ഇരുന്ന് സമാധാനമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പതുക്കെ പഠിക്കാനും എല്ലാ കാര്യങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അതേപോലെ ഇവിടുത്തെ ഓരോ സാറുമാരുടെ ക്ലാസ്സുകളും, ഇപ്പോൾ പ്രത്യേകിച്ച് രമേഷ് സാറ്, ഷമീം സാറ്, എല്ലാവരുടെയും ക്ലാസ്സുകളും വളരെയധികം ഉപകാരം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷമീം സാറായാലും ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞത് അത്രയും സിമ്പിളായിട്ടാണ് ക്ലാസ് സാർ എടുക്കുക. അതേപോലെ രമേഷ് സാറിൻ്റെ ഓരോ മെത്തേഡ്സ് അത് പ്രത്യേകിച്ച് നല്ലോണം ഉപകാരപ്പെട്ടിട്ടുണ്ട് എക്സാമുകൾക്കൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബാങ്കിങ് വളരെ വ്യത്യാസപ്പെട്ടൊരു മേഖലയാണ് ഞാൻ ഇപ്പോൾ പഠിച്ചതുമായിട്ട്. BTech ഡയറി ടെക്നോളജി അതുമായിട്ട് വളരെ ഒരു ബന്ധമില്ലാത്തൊരു ഏരിയ ആയിരുന്നു ബാങ്കിങ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യമേ ഒരു ഇതുണ്ടായിരുന്നു, ഇതിൽ എങ്ങനെയെങ്കിലും ബാങ്കിങ്ങിലേക്ക് വരണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുകയും, പക്ഷേ അത് വീട്ടിലിരുന്നുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്ന് നോക്കിയപ്പോൾ എൻ്റെ അയൽപ്പക്കത്ത് ഉള്ളൊരു ചേട്ടൻ ഇവിടെ ഓൾറെഡി വന്ന് പഠിച്ച് നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയാണ് ICD സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടെ വരികയും, അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 5 മാസം 6 മാസം ആയപ്പോഴേക്കും തന്നെ ഈ പ്രിലിംസ് വളരെ നേരിയ മാർജിനിലൊക്കെ പോയ കുറച്ച് പ്രിലിംസ് ഉണ്ട്, 2-3 പ്രിലിംസ് ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആഞ്ഞു പഠിച്ചാൽ അല്ലെങ്കിൽ ആഞ്ഞു പിടിച്ചാൽ അത് കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിനെ ആദ്യമായിട്ട് ഒരു പ്രിലിംസ് ക്ലിയറായി. അപ്പോൾ ധനലക്ഷ്മി അത് ക്ലിയറായി, ഇൻ്റർവ്യൂവും ക്ലിയറായി. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഞാൻ ഗുരുവായൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കാനൊരു സ്ഥലം ആവശ്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പഠിപ്പ് തീരെ ശരിയാവാത്തതുകൊണ്ട് എനിക്ക് മൊത്തമായിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊരു സ്ഥലം ആവശ്യമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷം ഈ പറഞ്ഞ പോലെ ഞാൻ പഠിപ്പ് എന്നുള്ളൊരു ഇതിലേക്ക് മാത്രം ആയിട്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ ഡിസ്ട്രാക്ഷൻസൊക്കെ പോയി മൊത്തത്തിൽ. അതേപോലെ തന്നെ ഇവിടെ ഫെസിലിറ്റീസ്, പ്രത്യേകിച്ച് ലൈബ്രറി ഫെസിലിറ്റീസും ലാബ് ഫെസിലിറ്റീസും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും സമാധാനമായിട്ട് ഇരുന്ന് പഠിക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. ഇതിലോട്ട് ഇറങ്ങുന്ന ആൾക്കാരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫെയർസും ന്യൂസ് പേപ്പറും കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളതാണ്. മറ്റേതൊക്കെ ഇവിടുന്ന് മെറ്റീരിയൽ കിട്ടും, നല്ല മെറ്റീരിയലാണ്. അപ്പോൾ അതൊക്കെ ചെയ്താൽ തന്നെ നമുക്കൊരു ട്രാക്കിലാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാനുള്ളൊരു ലെവലിലേക്ക് നമ്മൾ എത്തും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മളായിട്ട് ട്രാക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കറണ്ട് അഫെയർസും ന്യൂസ് പേപ്പർ റീഡിങ്ങും. എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും ന്യൂസ് പേപ്പർ വായിക്കുക. അതേപോലെ കറണ്ട് അഫെയർസ് എല്ലാ ദിവസവും നമ്മൾ കറക്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിലിംസിൻ്റെ കൂടെ തന്നെ മെയിൻസിൻ്റെ പ്രിപ്പറേഷനും കൂടിയാവും. അപ്പോൾ നമ്മൾ അവസാന നേരത്ത് നമുക്കൊരു പ്രശ്നം വരില്ല, നമ്മൾ വല്ലാണ്ട് നമുക്കതിനെ ബോധർ ചെയ്യേണ്ടി വരില്ല, നമുക്ക് സമാധാനമായിട്ട് പഠിക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ജയകൃഷ്ണ സാറിൻ്റെ ക്ലാസ്സും അതിന് വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫെയർസിന് എല്ലാ ചൊവ്വാഴ്ചയും സാറ് വന്നിട്ട് ഒരു 1.5 മണിക്കൂർ നമ്മൾ ഡിസ്കഷൻ ഉണ്ടാവും ആ ആഴ്ചത്തെ ന്യൂസ് ക്വിസിനെ പറ്റിയിട്ട്. അപ്പോൾ അതും നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവരുടെ ക്ലാസ്സുകളായാലും അതെ, ഇപ്പോൾ രമേഷ് സാറായാലും ഷമീം സാറായാലും എല്ലാവരുടെ ക്ലാസ്സും നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 10 മാസത്തെ യാത്രയിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാങ്ക് എക്സാം ഒന്ന് ആഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും എഴുതിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം അത്യാവശ്യം നന്നായിട്ട് ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും എഴുതിയെടുക്കാവുന്നൊരു എക്സാമാണ് ഈ ബാങ്ക് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു യാത്രയിൽ എന്നെ സഹായിച്ച ICDക്ക് ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടി നന്ദി പറയുകയാണ്.